അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ റെസിപ്പി ബീഫ് സ്റ്റൂ ആണ്. എല്ലാവരും വെക്കുന്ന പോലെയല്ല, കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഈ ബീഫ് സ്റ്റൂ വെക്കുന്നത്. അപ്പം അതിനായി ഒരു 3/4 കിലോയോളം ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒരു കുക്കറിലോട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഒട്ടും തന്നെ വെള്ളമില്ലാതെ തന്നെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു കൈപ്പിടി ചെറുള്ളിയാണ് ചേർക്കുന്നത്. നമ്മൾ ബീഫ് എടുക്കുന്നതിൻ്റെ അളവിനനുസരിച്ച് ചെറുള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർത്തിരിക്കുന്നത് ഒരു 4-5 കഷ്ണം വെളുത്തുള്ളി, 2 തണ്ട് കറിവേപ്പിലയും 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയുമാണ്. ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഒരു അല്പം ഇഞ്ചിയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അത് ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് അടുപ്പിൽ വെച്ച് ബീഫിൻ്റെ വേവ് അനുസരിച്ച് ഒരു 3/4 ഭാഗം വേവിച്ചെടുക്കാം. അപ്പം ഞാനൊരു 3-4 വിസിൽ കേൾപ്പിച്ച് 4-5 വിസിൽ കേൾപ്പിച്ചാണ് ഈ ബീഫ് ഇത്രയും ഒന്ന് വേവിച്ചെടുത്തത്. കാരണം ഇവിടുത്തെ ബീഫിന് നല്ല വേവായിരുന്നു. ബീഫൊക്കെ വേവിച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു അരമുറി തേങ്ങയുടെ പാല് തയ്യാറാക്കിയെടുക്കാം. 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല് എന്ന രീതിയിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മളെടുക്കുന്ന ബീഫിനനുസരിച്ച് നമുക്ക് തേങ്ങാപ്പാൽ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ അരമുറി തേങ്ങയുടെ പാലാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. തേങ്ങയൊക്കെ എടുത്ത ശേഷം നന്നായി തിരികെ എടുത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചാണ് തേങ്ങയുടെ പാൽ 3 രീതിയിൽ എടുത്തിരിക്കുന്നത്. 1-ാം പാൽ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അല്പം വെള്ളം കൂടെ ചേർത്താണ് നമ്മൾ 2-ാം പാലും 3-ാം പാലും തയ്യാറാക്കിയെടുത്തത്. തേങ്ങാപ്പാൽ ചേർക്കുന്നതനുസരിച്ച് നമ്മുടെ ഈ സ്റ്റൂവിന് നല്ല ടേസ്റ്റ് കൂടുന്നതാണ്. ഇനി ഈ ബീഫെല്ലാം നന്നായി ഒന്ന് ഇളക്കി എല്ലാ ചേരുവയും ഒന്നുകൂടെ ഇത് ചേർത്ത് നമുക്കിതൊന്ന് ഊറ്റി മാറ്റിയെടുക്കാം. ബീഫെല്ലാം ഈ സ്റ്റോക്കിൽ നിന്ന് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഊറ്റിയെടുക്കാം. അങ്ങനെ ബീഫെല്ലാം ഊറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് കിട്ടുന്ന സ്റ്റോക്കിനകത്തോട്ടാണ് നമ്മൾ പൊട്ടറ്റോയും ക്യാരറ്റും വേവിച്ചെടുക്കുന്നത്. 2 പച്ചമുളകും കൂടെ ചേർത്ത് നമുക്കിത് കുക്കറിലിട്ട് ഒരു 2 വിസിൽ കേട്ടിട്ട് നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. അങ്ങനെയാണ് ഞാൻ ഈ സ്റ്റോക്കിലിട്ടാണ് നമ്മൾ ഈ ഉരുളക്കിഴങ്ങും ഈ ക്യാരറ്റും 2 പച്ചമുളകും കൂടെ ചേർത്ത് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഇതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഞാനിത് ഈ ബീഫ് സ്റ്റൂ ഉണ്ടാക്കുന്നതെന്ന്. അങ്ങനെ പൊട്ടറ്റോയും ക്യാരറ്റും പച്ചമുളകും എല്ലാം നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ കുക്കറൊന്ന് അടച്ച് വെച്ച് ഒരു 2 വിസിൽ കേൾപ്പിച്ച് വേവിച്ചെടുക്കാം. അതിനുശേഷം ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലയ്ക്ക, ഒരു 3-4 പട്ട, ഒരു 3-4 ഗ്രാമ്പൂ, 2-3-4 ഏലയ്ക്ക അങ്ങനെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇത് ചേർക്കുമ്പോൾ നല്ല മണമാണ്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. സവാള ഞാനൊരു 3 സവാള എടുത്തിട്ടുണ്ട്. അങ്ങനെ 3 മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. അതെല്ലാം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ഈ ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ സ്പൈസസും സവാളയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. സവാള വഴറ്റുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാള വേഗത്തിലൊന്ന് വഴണ്ട് കിട്ടും. അപ്പം വീണ്ടും എന്നിട്ട് നമുക്ക് സവാള മീഡിയം ഫ്ലെയിമിലിട്ടാണ് സവാള വഴറ്റിയെടുക്കുന്നത്. അങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തതിന് ശേഷം നമ്മൾ ഈ ഊറ്റി മാറ്റി വെച്ചിരിക്കുന്ന ഈ ബീഫ് നമുക്കിതിലേക്ക് തട്ടിക്കൊടുക്കാം. തട്ടിക്കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് കറിവേപ്പില എത്ര ചേർക്കുന്നോ അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ബീഫ് സ്റ്റൂവും കൂടെ ആയതുകൊണ്ട് നമ്മൾ കറിവേപ്പില നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ഊറ്റി മാറ്റി വെച്ചിരിക്കുന്ന ഈ ബീഫെല്ലാം ഇതിലോട്ട് തട്ടിക്കൊടുക്കുന്നത്. അപ്പോഴത്തേക്കും സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. നന്നായി ഒന്ന് കുഴഞ്ഞു വരുന്ന രൂപത്തിലായിട്ടുണ്ട് സവാള. ഈ സമയത്ത് നമുക്ക് ബീഫെല്ലാം തട്ടിക്കൊടുക്കാം.
അപ്പോൾ നമ്മൾ ബീഫ് നമ്മൾ കുക്കറിലിട്ട് വേവിക്കാൻ നേരത്തും ഉപ്പ് ചേർത്തിട്ടുണ്ട്, സവാളയിലും ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഈ സ്റ്റൂ തയ്യാറാക്കി കഴിയുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. അങ്ങനെ ബീഫെല്ലാം തട്ടിയ ശേഷം ഈ സവാളയിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതെല്ലാം ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്ക് നമ്മുടെ ക്യാരറ്റും പൊട്ടറ്റോയും ഒക്കെ കുക്കറിലിരുന്ന് നന്നായിട്ടൊന്ന് ഒരുവിധം ഒരു 3/4 ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബീഫും ഈ ക്യാരറ്റും പൊട്ടറ്റോയും എല്ലാം ഒരു 3/4 ഭാഗം വേവേ ആകാവൂ. ബാക്കിയെല്ലാം നമുക്ക് ഇതിനകത്തിട്ട് വേവിച്ചെടുക്കേണ്ടതാണ്. അങ്ങനെ എല്ലാം ഒരുവിധം വേവിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം കുക്കറിലെ വിസിലെല്ലാം കളഞ്ഞ് നമ്മൾ ആ പൊട്ടറ്റോയും ക്യാരറ്റും ആ സ്റ്റോക്കോട് കൂടി തന്നെ നമ്മൾ ഈ ബീഫിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഈ സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരല്പം ചേർത്ത് കൊടുക്കാം. അത് ഞാൻ ചേർത്തിട്ടുണ്ട്, അതൊന്നും വീഡിയോയിലില്ല, എന്തോ മിസ്സായിപ്പോയി. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമുക്കൊരു 1/2 ടീസ്പൂൺ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഇഞ്ചി കൊത്തി അരിഞ്ഞത് ഒരല്പം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെച്ച് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് വെന്ത് കിട്ടും. അങ്ങനെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയതിന് ശേഷം വീണ്ടും അടപ്പ് തുറന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിതിലോട്ട് 3-ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ 3-ാം പാലിൽ കിടന്നാണ് പിന്നെ ഇത് വെന്ത് കിട്ടുന്നത്. അങ്ങനെ ഞാനിവിടെ 3-ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ 3-ാം പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. 3-ാം പാലും ഒഴിച്ച ശേഷം വീണ്ടും നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്ത ശേഷം വീണ്ടും നമുക്കിത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, കാരണം അടിക്ക് പിടിക്കുന്നുണ്ടോയെന്ന് ഒന്ന് നോക്കണം. അപ്പോൾ എൻ്റെ ഈ പാത്രം അടിക്ക് പിടിക്കാത്തതായതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ, ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ചെയ്യരുത്, അപ്പോഴും നമുക്ക് ചിലപ്പോൾ അടിക്ക് പിടിച്ച് നാശമായിപ്പോവും. അപ്പം ഈ 3-ാം പാൽ ഒഴിച്ച ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ അതും ഒരുവിധം വറ്റി കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്തൊക്കെ നല്ല മണമാണ്. നമ്മളിപ്പോൾ ഇതിനകത്ത് പട്ടയും ഗ്രാമ്പും ഒക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു മണം നല്ലൊരു മണമാണ് കിട്ടുന്നത്. പിന്നെ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് അതും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 2-ാം പാൽ ചേർത്ത് കൊടുക്കുക. 2-ാം പാലും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷമാണ് നമ്മളിത് വീണ്ടും അടച്ച് വെച്ച് ഈ പാലൊക്കെ ഇതിനകത്ത് പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കുക. ഒന്ന് വെന്ത് കുറുകിയൊക്കെ വരും. വെന്തൊക്കെ കുറുകി വരുമ്പോൾ ഞാൻ അടുത്തത് കാണിക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരല്പം ഉപ്പും കൂടെ ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. ഒരു നുള്ളുപ്പും കൂടെ ചേർക്കുന്നുണ്ട്. കാരണം ഈ നമ്മൾ എല്ലാം വീണ്ടും ഓരോന്നോരോന്ന് ചേർത്തുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ എല്ലാത്തിനും ബാലൻസായി ഉപ്പ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു നുള്ളുപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം വീണ്ടും അടച്ച് കുക്ക് ചെയ്തെടുക്കുക. അതും മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഇതെല്ലാം നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയാണ് വീണ്ടും ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുരുമുളക് പൊടിയിൽ മാത്രമാണ് നമ്മളിത് ഈ ബീഫ് സ്റ്റൂ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ്. ഈ രീതിയിൽ ഇതുവരെ വെച്ചിട്ടില്ലാത്തവർ ഇതൊന്ന് വെച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഈ ബീഫ് സ്റ്റൂവിൻ്റെ ഒരു ടേസ്റ്റ്. ഒന്നാമത് നമ്മളിതിൽ ചെറുള്ളി ചേർത്തിട്ടുണ്ട്. അങ്ങനെ ചെറുള്ളി ആരും ചേർക്കാറില്ല. പക്ഷേ ബീഫും ചിക്കനും ഒക്കെ വേവിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരു പിടി ചെറുള്ളി നമ്മൾ കട്ട് ചെയ്യേണ്ട, അല്ലാതെ തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെറുള്ളി ചേർക്കുന്ന എല്ലാ സാധനങ്ങൾക്കും നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ സ്റ്റൂവിന് നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ചാറൊക്കെ നല്ല ടേസ്റ്റാണ്. നമുക്ക് പിന്നെ റൊട്ടിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ ചെറുള്ളിയാണ് ഇതിനകത്ത് മെയിനായിട്ട് ഞാൻ ചേർത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ ചേർത്ത ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 3-ാം പാൽ ചേർത്ത് കൊടുക്കാം. 3-ാം പാൽ എത്രത്തോളം നമുക്ക് ചേർക്കാവോ അത്രത്തോളം ചേർത്ത് കൊടുക്കാം. കാരണം ചേർക്കുന്നതനുസരിച്ച് ടേസ്റ്റുമാണ്, കളറും വ്യത്യാസം വരും. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക്
ഈ മൂന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെ അപ്പോഴത്തേന് ബീഫിൻ്റെ വേവൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ മൂന്നാം പാൽ ഒഴിച്ചു കൊടുക്കണം. ബീഫൊക്കെ നല്ല വെന്തെന്ന് ഉറപ്പായിട്ട് വേണം മൂന്നാം പാൽ ഒഴിച്ചിടാൻ. കാരണം ഈ മൂന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇട്ട് തിളപ്പിക്കരുത്. അപ്പോൾ എണ്ണ തെളിഞ്ഞ് ഒത്തിരി അങ്ങ് എണ്ണ തെളിഞ്ഞ് വരും. അങ്ങനെ അടിപൊളി സ്റ്റൂ ആണ് ഇവിടെ തയ്യാറായിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ കഴിക്കാൻ എടുത്തിരിക്കുന്നത് ബ്രെഡ് പുഴുങ്ങിയതും അരിറൊട്ടിയുമാണ്. അങ്ങനെ സ്വാദിഷ്ടമായ ബീഫ് സ്റ്റൂ ആണ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം ഇനിയും രുചികരമായ ഒരു വിഭവമായിട്ട് ഉടനെ തന്നെ വരുന്നതാണ്. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.